ഫോട്ടോ എവിടെ സൂപ്പറാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അതും നമ്മുടെ നെതാപ്പിയുടെ. അപ്പോൾ നെതാപ്പിയുടെ സ്കൂളിൽ ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മദ്രസയിൽ കേട്ടോ. അപ്പോൾ നെതാപ്പിയുടെ അര ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് മദ്രസയിൽ. അപ്പോൾ ഇന്ന് എക്സാമാണ്. അപ്പോൾ അതിന് ഇക്കാക്ക കൊണ്ടുവന്നാക്കാൻ കേട്ടോ. കൂടെ കുഞ്ഞിപ്പേണും കൂടി പോയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡേ കാരണം ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നേരത്തെ പോവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നതാണ് കേട്ടോ മിഠായി. ഒത്തിരി മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇക്കാക്കാക്ക് കിട്ടിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നാണ്. നെതാപ്പി അവിടെ നിന്ന് എക്സാമൊക്കെ എഴുതാൻ കേട്ടോ. അങ്ങനെ സ്കൂളിൽ ഗ്രാജുവേഷൻ സെറിമണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് റെഡി ആവണം. അങ്ങനെ മദ്രസ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. അതിന് മുമ്പാണ് ഞാൻ കുഞ്ഞിപ്പണ്ണിനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ധൃതി പിടിച്ച് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫുൾ യൂണിഫോമാണ്. ഫുൾ യൂണിഫോം ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഇക്കാക്ക ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ യൂബർ തന്നെ വരണം. അങ്ങനെ പോയപ്പോൾ ഇക്കാക്ക ആക്കി തരാണേ. അങ്ങനെ ഞാനും കുഞ്ഞിപ്പണ്ണിനെ താപ്പിയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ബൈക്കിനായതുകൊണ്ടിട്ട് എടുക്കാനായിട്ട് നല്ല പാടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പണ്ണി ഉറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. ആ ടൈമിൽ എവിടെ പോയാലും കുഞ്ഞിപ്പണ്ണിന് ഇച്ചിരി ചിത്താതൊക്കെ ഉണ്ടാകെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സ്നാക്സൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് കടയിൽ ഇറങ്ങി ഇതാക്കുക സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ റോഡിലൂടെ പോയപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല ഗൈസ്. 2 വർഷത്തിന് ശേഷം റോഡൊന്ന് മെനയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡിൽ കൂടെ പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അത്ര മെനകെട്ട റോഡായിരുന്നു. റോഡൊക്കെ റെഡി ആയപ്പോൾ നല്ല രസമുണ്ടായിട്ട് പോകാനായിട്ട്. അങ്ങനെ നെതാക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ പൈസ. പക്ഷേ ഫീസ് അടച്ചില്ല. എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിനെയൊക്കെ എടുത്ത് ബാഗും എല്ലാവരും കൂടി ആയിട്ട് എനിക്ക് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് പോകാൻ മടിയായിട്ടോ. അങ്ങനെ നെതാനും കൊണ്ട് സ്കൂളിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സ്കൂളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നെതാപ്പിക്കിന് ഭയങ്കര ഷോയാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. നെതാനെ നേരെ തന്നെ നമുക്ക് ക്ലാസ്സിൽ കയറ്റിയിരുത്തണം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് മാമൊക്കെ കൊണ്ടുവരുന്നത്. അതിനെന്താണ് ക്ലാസ്സിൽ കയറ്റിയിരുത്തിട്ട് ഞാൻ നേരെ മേലെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിലേക്ക് കയറാനായിട്ട് സത്യമായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അത്രയും സ്റ്റെപ്പ് കയറണം. കൊച്ചിനെയും ബാഗും എല്ലാം പിടിച്ചിട്ട് സ്റ്റെപ്പ് കയറിയപ്പോഴത്തേനും ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് പോയിരുന്നു. വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. കാരണം അവിടെ മേലും താഴേക്ക് ഒരു ഫാൻ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിൽ അങ്ങോട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. It's our immense pleasure and privilege to host this momentous occasion, the graduation day of our kindergarten. അങ്ങനെ അവിടെ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതാപ്പിനെ വേഗം വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ. വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ താഴത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്തൂസും തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. പാത്തൂസിൻ്റെ വേറെ ഡിവിഷനാണ് കേട്ടോ. ഇവരുടെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പാത്തൂസിൻ്റെ ഒക്കെ തുടങ്ങണം. അങ്ങനെ നേതാപ്പിൻ്റെ തുടങ്ങാറായെന്ന് പറഞ്ഞ നേതാപ്പിനെ വേഗം ഞാൻ ഓടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മേളിൽ. The certificates. Fatima MA. Aisha Hamda KU. Thank you, ma'am. I welcome Nada Mariam KN. Neera Nazrin K. കാണാറുണ്ടാ നിന്റെ നല്ല സൂപ്പറായിട്ട് വരും കേട്ടാ. ഇന്ന് കാണാൻ കേട്ടാ. ഇന്നല്ല നാളെ ഇടുള്ളൂ. ഇന്ന് വേറെ വീഡിയോ കാണിച്ച ഫോട്ടോ എവിടെ സൂപ്പറാണല്ലോ. ഫോട്ടോ എൻ്റെ പൊന്നോ.
അങ്ങനെ എല്ലാം കഴിഞ്ഞതാ നെതാനെ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ്, എൻ്റെ വീഡിയോ കാണുന്നതാണ്. നെതാടെ ക്ലാസ്സിലെ നെതാടെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ അവൻ ഒരുപാട് നേരം എൻ്റെ വീഡിയോയിലൊക്കെ നിന്ന്, കാരണം എനിക്ക് വീഡിയോ കാണാമല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ നെതാപ്പി അവിടെ നിന്നിട്ട് പിന്നെ എനിക്ക് പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. കളി പിന്നെ മുഖ്യമാണല്ലോ നെതാപ്പിക്ക്. അങ്ങനെ അത് ഒരു കണക്കിന് പിടിച്ച് വലിച്ചിനെ കൊണ്ടുപോകണം, കാരണം എനിക്ക് കൊച്ചിനെയും എല്ലാം കൂടി പിടിച്ചിട്ട് എനിക്ക് പറ്റുണ്ടായില്ല കേട്ടോ. അങ്ങനെ അത് അവനിക്ക് ടാറ്റോ ബൈബിയൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങനെ അവൻ്റെ ഉമ്മയാണ് കേട്ടോ എനിക്ക് യൂബർ ഓട്ടോ വിളിച്ചിട്ട് തന്നത്. അങ്ങനെ അത് വിളിക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അവനും തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അവനിക്ക് വീഡിയോയിലൊക്കെ വരാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളുടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഓട്ടോ വന്ന് അവനിക്ക് ഇതാ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇന്ന് തന്നെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, അവിടെ 1-2 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിനോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ.